നമസ്തേ. സോഹത്തിന്റെ സ്കൂൾ ഓഫ് വെർച്വല് രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇന്ന് എല്ലാ പാരൻസും അവരുടെ കുട്ടികളുടെ വേണ്ടത്ര സൗകര്യങ്ങളും എല്ലാ വിഭവങ്ങളും ഒരുക്കിക്കൊണ്ടാണ് അവരെ വളർത്തിക്കൊണ്ടുവരുന്നത്. ആ സമയത്ത് അവർക്ക് എന്താണ് വേണ്ടത്, എങ്ങനെയാണ് അവർക്ക് ആ സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത്? ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളും വ്യത്യസ്തരാണ്. രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിൽ അവരോട് വ്യത്യസ്തമായി നമ്മൾ പെരുമാറേണ്ടതുണ്ട്. അവരെ എങ്ങനെയാണ് അവരുടേതായ രീതിയിൽ, അവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നത്? അത് സാധ്യം 3 പേരുണ്ടെങ്കിൽ 3 പേർക്ക് 3 രീതിയിലുള്ള അവർക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? അതോ ഒരു ഒരേ ഒരു മെത്തേഡ് കൊണ്ട് ഇവരെയെല്ലാം ഒരേ പാതയിലൂടെ നല്ല രീതിയിൽ നമുക്ക് നയിക്കാൻ പറ്റുമോ? ഇതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ഒരേ ഒരു അക്സെപ്റ്റബിൾ ആയ, എല്ലാവർക്കും ഈ വളരെ നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പാത നമ്മുടെ മുന്നിലുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് തരാൻ വേണ്ടിയാണ് നമുക്ക് മുന്നിൽ ഒരു ട്രെയിനർ വന്നിട്ടുള്ളത്. ആ ട്രെയിനറുടെ പേര് ഹേസൽ ഫ്രാങ്ക്. ഹേസലിന് വളരെയധികം ഈ ഒരു മേഖലയിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉണ്ട്. ഹേസൽ ഒരു സോഫ്റ്റ്വെയർ ടെക്നോളജി ബേസിൽ വർക്ക് ചെയ്തിരുന്നതാണ്. 12 വർഷത്തിലധികം ഈ മേഖലയിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കൗൺസിലിംഗ് സെഷനിലേക്ക് വന്നിട്ടുള്ളത്. ധാരാളം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസും ഇതിനെക്കുറിച്ച് ഗാഠമായി പഠിക്കുകയും ചെയ്തിട്ടുള്ള ഹേസൽ ഇന്നത്തെ സെഷനിൽ നമുക്ക് പല സൊല്യൂഷൻസും പറഞ്ഞു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹേസലിനെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ സെഷൻ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. Hazel, you can start. Thank you, Hazel. Hello, thank you, Ram. നമുക്കൊരു പ്രേയർ ചൊല്ലിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. To the Universal Supreme God, Divine Father, Divine Mother, to our most respected Master Chowkoksi, Lord Mahaguruji Mailing, all the holy gurus, all the holy masters, all the holy saints, archangels, spiritual beings, to my higher self, divine self, thank you for your blessings. Thank you for blessing us with divine light, wisdom, discernment, divine love, warmness, sweetness, and compassion to all. Thank you for blessing us with divine power and the will to do good. Thank you for your guidance, healing, help, and protection. We thank you in full faith. Lots and lots of love, gratitude, and respect. We thank you. ബ്രിജേഷ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനാണോ കൈ പൊക്കിയത്? Okay, no response, we'll start. Session start ചെയ്യാൻ പോണേന്. Give me a minute. സ്ക്രീൻ കാണാമോ എല്ലാവർക്കും? യെസ്, കാണാം. Thank you.
അപ്പോൾ രാം പറഞ്ഞ പോലെ ഞാനൊരു സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആയിരുന്നു കുറേ നാള്. ഞാനാണ് നിങ്ങളുടെ ഇന്നത്തെ ഫെസിലിറ്റേറ്റർ ടു അൺലോക്ക് യുവർ ചൈൽഡ്സ് ഗ്രേറ്റസ്റ്റ് പൊട്ടൻഷ്യൽ ഫോർ പ്രോസ്പെറിറ്റി. ഞാനൊരു ലൈഫ് സ്കിൽസ് കോച്ചായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും പ്രൊഫഷണൽസിൻ്റെ കൂടെയും എൻ്റർപ്രനേഴ്സിൻ്റെ കൂടെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മിക്ക കേസസിലും ഇവരെൻ്റെ അടുത്ത് ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്ത് അവരുടെ ഗോള് അച്ചീവ് ചെയ്യാനാണ് ഞാൻ യൂഷ്വലി അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ മിക്ക ഗോൾസും നമുക്കറിയാം, പ്രോസ്പെരിറ്റിയാണ് നമ്മുടെ ലൈഫിലെ മെയിൻ അജണ്ട. പ്രോസ്പെരിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസ്പെരിറ്റി മെറ്റീരിയൽ പ്രോസ്പെരിറ്റി മാത്രമല്ല, പല ടൈപ്പ് പ്രോസ്പെരിറ്റി നമ്മുടെ ലൈഫിലുണ്ട്. മെറ്റീരിയൽ പ്രോസ്പെരിറ്റി, റിലേഷൻഷിപ്സ്, കരിയർ, പിന്നെ സ്പിരിച്വാലിറ്റി, ഫൺ ആൻഡ് ലെഷർ, റിലേഷൻഷിപ്പ്, അങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ ലൈഫ് പ്രോസ്പെർ ആകുമ്പോഴാണ് നമ്മളൊരു പ്രോസ്പെറസ് ലൈഫ് ലീഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഏതെങ്കിലും ബേസ് ചെയ്തായിരിക്കും ഇവരുടെ ഗോൾസ്. അപ്പോൾ ഈ എല്ലാ ഗോൾസ് ആയിട്ട് വരുന്ന ആൾക്കാരും ഒരു റോഡ് ബ്ലോക്ക് ഉണ്ടാവും അവരുടെ ഗോൾസിലോട്ട് എത്താതിരിക്കാനായിട്ട്. ആ ഒരു റോഡ് ബ്ലോക്ക് എന്താണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ആ റോഡ് ബ്ലോക്ക് നമ്മൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പൊട്ടൻഷ്യൽ, നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ വെർച്യൂ അല്ലെങ്കിൽ ആ വാല്യൂ നമ്മുടെ ഉള്ളിൽ അത് നമ്മൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോസ്പെറിറ്റിയിലോട്ടുള്ള പാത്ത് ബിക്കംസ് വെരി ഈസി. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും ആൾക്കാരുടെ ഇഷ്യൂസും എക്സാമ്പിൾസും പിന്നെ കുറേ മാസ്റ്ററിൻ്റെ ടീച്ചിങ്സും എല്ലാം വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകും. പിന്നെ ഞാനൊരു പ്രാണിക് ഹീലറാണ്. എൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഞാൻ എപ്പോഴും റിലൈ ചെയ്യുന്നത് പ്രാണിക് ഹീലിംഗ് ആണ്. ബിജു സാറാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മെൻറ്റർ. 3-4 വർഷമായിട്ട് ഞങ്ങൾ ബിജു സാറിൻ്റെ അടുത്ത് ഡീപ്പ് ടീച്ചിങ്സ് പഠിക്കുവാണ്. അത് ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇമ്പാക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ലാസ്റ്റ് പറയാം. അപ്പോൾ വിൽ ഗെറ്റ് ഇൻ ടു ദ സെഷൻ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഹൗ ടു അൺലോക്ക് യുവർ ചൈൽഡ്സ് ഗ്രേറ്റസ്റ്റ് പൊട്ടൻഷ്യൽ ഫോർ പ്രോസ്പെരിറ്റി എന്ന് പറയണേ. അപ്പോൾ ഈ ക്ലാസ്സിൽ കുറച്ച് റൂൾസ് ഉണ്ട്. പറ്റാവുന്ന എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിരിക്കുക. കാരണം നമ്മളെല്ലാവരും നമ്മുടെ പ്രഷ്യസ് സമയം കളഞ്ഞിട്ട് വന്നെ. അപ്പോൾ അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും കൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ പറയുന്ന ഇൻഫർമേഷൻസ് ഭയങ്കര ക്രൂഷ്യലാണ്. നമുക്കത് റിഡൻഡൻ്റ് ആയിട്ട് തോന്നും ചിലപ്പോൾ ഈ ഇൻഫർമേഷൻ. പക്ഷേ അങ്ങനെ റിഡൻഡൻ്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ പ്രോസ്പെറസ് ആവാത്തത്? അപ്പോൾ അതൊരു കീ പോയിന്റാണ് നമ്മുടെ ലൈഫിൽ. അപ്പോൾ കഴിയുന്ന എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് കൂടുതൽ ഇൻവോൾവ് ആയിട്ടിരുന്ന കിട്ടുന്ന ഈ കോളിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ തലയിൽ കുറേ ആക്ഷൻ ഐറ്റംസും കുറേ ഇംപ്രൂവ്മെന്റ് ഏരിയാസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ എഫേർട്ടൊന്നും ഇടേണ്ടി വരില്ല. അപ്പോൾ കഴിയുന്ന എല്ലാവരും ക്യാമറ ഓൺ ചെയ്യുക, കൂടുതലും ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടിരിക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. അറ്റ് ദി എൻഡ് ഓഫ് ദി സെഷൻ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. പിന്നെ യൂസ് ദ ചാറ്റ് ബോക്സ്. നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് യെസ് ഓർ നോ ആൻസേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഇത്രയും കൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് നല്ല ശ്രദ്ധയോടെ തുടങ്ങാം. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മുടെ എല്ലാ മതപാരമ്പര്യങ്ങളിലും പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോഡ് ക്രിയേറ്റഡ് അസ് ഇൻ ഹിസ് ഇമേജ്. ഇത് ബൈബിളിൽ പറയുന്നതാണ്. പിന്നെ ഉപനിഷത്തിൽ പറയേണ്ടത് അഹം ബ്രഹ്മസ്മി എന്ന് വെച്ചാൽ ഗോഡ് ഇസ് വിത്തിൻ യു ആർ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ എല്ലാ മതപാരമ്പര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മളാണ് ദൈവം, നമുക്ക് ദൈവത്തിൻ്റെ എല്ലാ കഴിവും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പൊട്ടൻഷ്യൽസിലേക്കുള്ള ഒരാളാണ് നമ്മളെന്നാണ് ദൈവം നമ്മളെ മതപാരമ്പര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ എഗ്രി ചെയ്യണ്ടോ? ഡു യു എഗ്രി വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്? യൂസ് ദ ചാറ്റ് ബോക്സ്. Chat box. Okay, yes, opening. Okay, അപ്പോൾ യെസ് താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. അപ്പം ആർക്കും എതിരഭിപ്രായം ഇല്ല, ഞാനൊരു നോയും ഇവിടെ കാണണില്ല. അപ്പം വി ഓൾ ബിലീവ് ദറ്റ് വി ആർ ഓൾ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഈ ഇമേജ് ഓഫ് ഗോഡ് എന്താണെന്നുള്ളതിനെ പറ്റി മാസ്റ്റർ ചൗക്കി ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. മാസ്റ്റർ ചൗക്കിയുടെ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഇസ് സെൽഫ് എവിഡൻറ്റ് എന്ന് പറഞ്ഞ ബുക്കിൽ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇമേജ് ഓഫ് ഗോഡിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് അത്. ഐ ആം എ സ്പിരിച്വൽ ബീയിങ് ഓഫ് ഡിവൈൻ ഇൻ്റലിജൻസ്, divine love, divine power. I'm one with my highest soul. I am that I am. I'm a child of God.
ഐ എം വൺ വിത്ത് ഗോഡ്, ഐ എം വൺ വിത്ത് ഓൾ. എന്ന് വെച്ചാൽ എനിക്ക് ദൈവത്തിൻ്റെതായ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും, എല്ലാ ക്വാളിറ്റീസും, എല്ലാ നല്ല വെർച്യൂസും എനിക്കുണ്ട്. എന്ന് വെച്ചാൽ ഞാനൊരു ഡിവൈൻ ഇൻ്റലിജൻറ്റും ഡിവൈൻ ലവും ഡിവൈൻ പവറും ഒക്കെ ഉള്ള ഒരാളാണ് എന്നാണ് നമ്മളുടെ ഇത് പറയണത്. ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറയുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ട്രാൻസ്ലേഷൻ ഇതാണ്. അപ്പൊ ഇതും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മളാണെന്നും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ വിശ്വസിക്കുന്ന നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാത്ത എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ദൈവത്തിന്റെ ഇമേജിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. നമുക്ക് ദൈവത്തിൻ്റെതായ എല്ലാ കഴിവുകളും ഉണ്ട്. നമുക്ക് ലവ് ഉണ്ട്, കമ്പാഷൻ ഉണ്ട്, നമുക്ക് പവർ ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളുടെ ഗോൾസ് ഒന്നും അച്ചീവ് ചെയ്യാത്തത്? നമ്മുടെ ലൈഫ് നല്ലതാണെന്ന് പറയുന്നത് നമ്മൾ പ്രോസ്പെറസ് ആവുമ്പോഴാണ്. റിലേഷൻഷിപ്പ്, കരിയർ, സ്പിരിച്വാലിറ്റി, ഫൺ ആൻഡ് ലെഷർ, മെറ്റീരിയൽ പ്രോസ്പെരിറ്റി, ഇതെല്ലാം നമ്മളുടെ ആഗ്രഹങ്ങളാണ്. ഇതൊന്നും നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യാത്തത്? ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. കുഴപ്പമില്ല, എത്ര സില്ലിയാണെങ്കിലും കുഴപ്പമില്ല, എല്ലാ ആൻസറും റൈറ്റ് ആയിരിക്കാം. ആൻസർ ഇല്ല? എനി ആൻസർ ഇസ് ഫൈൻ, എനി ആൻസർ ഇസ് ഫൈൻ. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യൊന്നുമില്ല. കാരണം നമ്മളെല്ലാവരും ആരും പെർഫെക്റ്റ് അല്ല. നോ ഐഡിയ. ഓക്കെ, നോ ഐഡിയ. ഒരു ഐഡിയ ഇല്ല എന്തുകൊണ്ടാണ് നമ്മൾ പ്രോസ്പെറസ് ആവാത്തതെന്ന്. നമ്മൾ ദൈവത്തിന്റെ ഇമേജിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, പിന്നെന്താ നമ്മൾ പ്രോസ്പെറസ് ആവാത്തത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഐഡിയ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ പറയാം. ലാക്ക് ഓഫ് ലവ്, കമ്പാഷൻ ആൻഡ് കൈൻഡ്നെസ് ടുവേർഡ്സ് അവർ സെൽഫ് ആൻഡ് അതേഴ്സ്. നോട്ട് ഫോക്കസ്ഡ്. ദാറ്റ് ഈസ് ഓൾസോ റൈറ്റ്. പക്ഷെ എന്തുകൊണ്ടാണ് ഫോക്കസ്ഡ് അല്ലാത്തത്? അതിന്റെ റൂട്ട് കോസ് ലാക്ക് ഓഫ് ലവ്, കമ്പാഷൻ, കൈൻഡ്നെസ്. നിങ്ങൾ ഇത് എഗ്രി ചെയ്യണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എഗ്രി ചെയ്യണ്ടോ? ലാക്ക് ഓഫ് ലവ് ഇത് ഇത്രയും ചെറിയ കാര്യമാണോ നമുക്ക് ഗോൾസ് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത? ഞാൻ ഭയങ്കര സ്നേഹമുള്ള ആളാണ്, ഞാൻ എന്നോടും ബാക്കിയുള്ളവരോടൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആളാണ്, പക്ഷെ സ്റ്റിൽ ഐ ഡോണ്ട് അച്ചീവ് മൈ ഗോൾസ്. ദിസ് ഇസ് നോൺസെൻസ്. അങ്ങനെ ആരെങ്കിലും പറയണ്ടോ? അപ്പൊ ആർക്കും എതിരഭിപ്രായം ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. എന്തുകൊണ്ടാണ് ലാക്ക് ഓഫ് ലവ് ആൻഡ് കമ്പാഷൻ ടുവേർഡ്സ് യുവർ സെൽഫ് നമ്മളുടെ വില്ലനായിട്ട് മാറുന്നത് എന്നുള്ളതാണ് ഈ രണ്ട് ബോക്സസ് നിങ്ങൾ കാണുന്നുണ്ടോ? ഈ രണ്ട് ബോക്സസിൽ നമ്മളിപ്പോൾ നമ്മുടെ ലൈഫ് സെക്കൻഡ് ബോക്സ് എന്താ കാണിക്കണേന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലുള്ള പോസിബിലിറ്റീസ് ആണ്. നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാം. നമുക്ക് ലിമിറ്റ് ഇല്ല, കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. വി ആർ സൺ ഓഫ് ഗോഡ്. ഗോഡ് ഓൺസ് ദിസ് യൂണിവേഴ്സ്. അപ്പൊ ഈ യൂണിവേഴ്സിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ആയിട്ട് വരേണ്ടതാണ്. അപ്പൊ നമുക്ക് ലിമിറ്റ് ഇല്ലാത്ത പോസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത്. അതാണ് ഈ പ്രോസ്പെറസ് ലൈഫ് എന്ന് പറയുന്നത് സെക്കൻഡ് ബോക്സിൽ കാണിക്കുന്നത്. പക്ഷെ ഫസ്റ്റ് ബോക്സിൽ കാണിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ജീവിതം ഈ ചെറിയ ഡോട്ടഡ് ബോക്സിൽ മാത്രമാണ്. ബാക്കിയുള്ള യൂണിവേഴ്സിന്റെ ഒറ്റ ഭാഗങ്ങളും ഈ ലോകത്തുള്ള പ്രോസ്പെരിറ്റിയും ലോകത്തുള്ള നന്മയും ലോകത്തുള്ള നല്ല കാര്യങ്ങളൊന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണില്ല. അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ദിവസത്തില് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള റീസൺ ആണ്. നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ആ സ്പെസിഫിക് കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താ മെയിൻ കാര്യം? ആരൊക്കെ ഡെയിലി ബേസിസിൽ നമ്മളോട് തന്നെ ഐ എം ഗുഡ്, ഐ എം വൈസ്, ഐ ടേക്ക് ഗുഡ് ഡിസിഷൻസ്, ഞാൻ ഒരു സംഭവമാണ് എന്നൊക്കെ നമ്മളോട് തന്നെ ഒരു 5 പ്രാവശ്യമെങ്കിലും ഐ എം പ്രിറ്റി എന്നൊക്കെ നമ്മളോട് തന്നെ പറയാറുണ്ടോ? അറ്റ്ലീസ്റ്റ് 5 times a day പറയാറുണ്ടോ? ആരെങ്കിലും പറയാറുണ്ട്? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കുറച്ച് പേരെങ്കിലും പറയാറുണ്ടല്ലോ. യെസ്, വെരി ഗുഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ യെസ് പറയുന്ന ആൾക്കാരുടെ ലൈഫ് ഇസ് വെരി ഈസി. നമ്മൾ മിക്കപ്പോഴും ആ ഒരു പ്രോസ്പെരിറ്റിയുടെ എഡ്ജിൽ നിൽക്കുവാണ്. ചെറിയ ഫൈൻ ട്യൂണിങ്സ് മാത്രം മതി നമുക്ക് ആ പ്രോസ്പെരിറ്റിയുടെ ലെവലിലോട്ട് എത്താനായിട്ട്. പിൻ ചെയ്യാനാണോ? പിൻ ചെയ്യാൻ എനിക്ക് അറിയില്ലല്ലോ പിൻ ചെയ്യാൻ എങ്ങനെയാണ്. ഓക്കെ, വിൽ കണ്ടിന്യൂ. അതിൽ സമയം കളയണില്ല, പെൻ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെ തന്നെ ഒട്ടും അപ്രീഷിയേറ്റ് ചെയ്യില്ല. നമ്മൾ ഒരിക്കലും നമ്മളോട് കമ്പാഷനറ്റ് അല്ല. നമ്മളെപ്പോഴും നമ്മളെ ബീറ്റ് ചെയ്യണൊക്കെ ആളാണെങ്കിൽ പോസിബിലിറ്റി ഈസ് ദാറ്റ് നമ്മളെ ലൈഫിന്റെ ഒരു കുറച്ച് ഭാഗമേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ. എല്ലാപ്പോഴും നമ്മൾ
നമ്മൾ ഐ എം ഗുഡ്, നമ്മളെപ്പോഴും നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നമ്മളെ പറ്റി തന്നെയുള്ള നമ്മുടെ അഭിപ്രായം നല്ലതാണെങ്കിൽ നമ്മുടെ ലൈഫ് ഭയങ്കര പ്രോസ്പെറസ് ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളെ പറ്റി തന്നെ ഇങ്ങനത്തെ നല്ല ചിന്തകളൊന്നും വെച്ച് പുലർത്താത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോസ്റ്റ്ലി ബിക്കോസ് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസസ്, അല്ലെങ്കിൽ നമ്മുടെ ഫെയിലിയേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ പേടികൾ, നമ്മളെ ചെയ്യുന്ന മിസ്റ്റേക്സ്, നമുക്ക് കിട്ടിയ ക്രിറ്റിസിഷൻസ്, അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ പോരാന്ന് എപ്പോഴും നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ മെയിൻ കാര്യം. ഈ ലോ സെൽഫ് എസ്റ്റീം എന്ന് വെച്ചാൽ ഞാൻ പോരാ എന്നുള്ള ഫീലിംഗ് തന്നെ കുറേ കാര്യങ്ങളാണ് നമ്മളുടെ പിള്ളേരോടും നമ്മളോടും ബാക്കിയുള്ളവരോടൊക്കെ ചെയ്യുന്ന ക്രിറ്റിസിഷൻ, മിസ്റ്റേക്സ്, ഫിയേഴ്സ് ആൻഡ് ഫെയിലിയേഴ്സ്. ഇതൊക്കെയാണ് ഇതിന്റെ റൂട്ട് കോസ്. നമുക്ക് ഈ നല്ല സെൽഫ് എസ്റ്റീം നമ്മളെ പറ്റി തന്നെ വച്ച് പുലർത്താൻ പറ്റാത്തതിന്റെ കാരണം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു പയ്യൻ, എനിക്ക് പരിചയമുള്ള ഒരു പയ്യനുണ്ട്. ആ പയ്യന്റെ പേര് ഫോർ എക്സാമ്പിൾ വിവേക്, മാസ് ഫോർ സെക്യൂരിറ്റി റീസൺസ്. അതുകൊണ്ട് നമ്മൾ വിവേക് എന്ന് പറയാം. വിവേക് എന്ന് പറഞ്ഞൊരു പയ്യൻ ഒരു ദിവസം ഓഫീസിൽ നിന്ന് ഭയങ്കര സാഡായിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താണ്, ഞാനൊരു നല്ല ഒരു വർക്ക് ചെയ്തപ്പോൾ എൻ്റെ മാനേജർ, അവരൊരു ലേഡിയാണ്, അവരെൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത്, കുറച്ച് ഫ്രണ്ട്ലിയാണ് അവർ. അപ്പോൾ അവരുടെ അടുത്ത് വിവേക് സോ സ്മാർട്ട് എന്ന് പറഞ്ഞേ. പക്ഷെ എനിക്ക് അത് എടുക്കാൻ പറ്റണില്ല. കാരണം എന്താണ്, എനിക്ക് അത് കേട്ടിട്ട് ഭയങ്കര സങ്കടമാണ് തോന്നിയത്. എനിക്ക് തോന്നി അവരെന്നെ കളിയാക്കണേണെന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് എന്നെപ്പറ്റി തന്നെ ആ ഒരു യു ആർ സോ സ്മാർട്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും എനിക്ക് എന്തുകൊണ്ടാണ് അത് എടുക്കാൻ പറ്റാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആം, ഈ പറഞ്ഞ പോലെ വിവേകിന്റെ ഉള്ളിൽ തലയിൽ കൂടി പോകുന്ന ട്രാൻസാക്ഷൻസ് എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ എൻ്റെ ബില്ല് പേ ചെയ്യാഞ്ഞത്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഫെയിൽ ആയത്, കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡിന് ബില്ല് ഡ്യൂ ആക്കിയത്. അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ തലയിൽ കൂടി ഓടുമ്പോൾ ഇവരെങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഞാനൊരു ചെറിയ ജോലി ചെയ്യുമ്പോൾ എന്നോട് സ്മാർട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ വിവേകിനെ തന്നെ അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഈ ഒരുപാട് ട്രാൻസാക്ഷൻസ് തലയിൽ കൂടി ഓടുന്നതുകൊണ്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് വിവേകിനെ അംഗീകരിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ, ചെറുപ്പത്തിൽ തുടങ്ങി വിവേകിന്റെ പാരന്റ്സ് ആണെങ്കിലും ഒട്ടുമിക്ക ആൾക്കാരുടെ പാരന്റ്സ് ആണെങ്കിലും അവരൊരിക്കലും ഫുള്ളായിട്ട് അംഗീകരിക്കില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെർഫെക്ഷനിസ്റ്റ് ഇതിലോട്ടാണ് എപ്പോഴും നമ്മളെ മാപ്പ് ചെയ്യുന്നത്. നമ്മളിപ്പോ കുറേ സബ്ജക്ട്സിന് നല്ല മാർക്കൊക്കെ മേടിച്ചിട്ട് വന്നാലും അവർ നമ്മളോട് പറയും, അതെന്താ മറ്റേ സബ്ജക്റ്റിന് മാർക്ക് കുറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു പോരാ എന്നുള്ള ഫീലിംഗിൽ എപ്പോഴും നമ്മൾ വളർത്തുന്നതുകൊണ്ടാണ് മിക്കപ്പോഴും നമുക്ക് അപ്രീസിയേഷൻസ് എടുക്കാൻ പറ്റാത്തത്. അപ്പൊ വിവേകിനും അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട്. ചെറുതിലേ തുടങ്ങി എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും വിവേകിനൊരു ഫീലിംഗ് ആണ് പോരാ. എന്ത് ചെയ്താലും വിവേകിന് തന്നെ കോംപ്ലിമെന്റ് കൊടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ അത്രയ്ക്കൊന്നും പോരാ, അല്ലെങ്കിൽ നമ്മൾ വേറെ കുറെ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യും, അവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പോരാ. അപ്പൊ എപ്പോഴും ഈ കമ്പാരിസൺ അല്ലെങ്കിൽ അപ്രീസിയേഷന്റെ കുറവ്, നമുക്ക് മനസ്സ് തുറന്ന് അപ്രീസിയേഷൻ നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് മിക്കപ്പോഴും ഇങ്ങനത്തെ പ്രോബ്ലംസ്, ഈവൻ അവർ പ്രൊഫഷണൽ ലൈഫിലോട്ട് പോകുമ്പോഴും അവർ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒരുപാട് ഫേസ് ചെയ്യും. പിന്നെ ചിലപ്പോൾ പാരന്റ്സ് എന്തുകൊണ്ടാണ് അപ്രീസിയേഷൻ കൊടുക്കാത്തതെന്ന് വിചാരിച്ചാൽ, അവര് ചിലപ്പോൾ പറയും അപ്രീസിയേഷൻ കൊടുത്താൽ ഇവര് അഹങ്കാരികളായി പോകും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണ് ചിലപ്പോൾ എല്ലാ പാരന്റ്സിനും ഇല്ല. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വെരി ഗുഡ്. അപ്പൊ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറെ പോയിന്റേഴ്സ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേരെ പറ്റിയുള്ള സെൽഫ് എസ്റ്റീം കൂടും, അവരുടെ പ്രോസ്പെറിറ്റിയും കൂടും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ പിള്ളേർ അഹങ്കാരികളാകും എന്ന് വിചാരിക്കുന്നത്? എനിക്കൊരു എക്സാമ്പിൾ ഉണ്ടായി. കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ കാറ് ഞാൻ പുറത്തോട്ട് എടുക്കാനായിട്ട് എനിക്ക് റിവേഴ്സ് എടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പൊ അവൻ കൈ ഉള്ളിലിട്ടിട്ട് കറക്റ്റ് വെച്ച് തന്നു എനിക്ക്. അവൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കണേ, കറക്റ്റ് വെച്ച് വന്നു. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് വണ്ടി പുറത്തോട്ട് എടുത്തു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവൻ വണ്ടി ഓടിക്കില്ല, എന്നാലും അവന് ഡയറക്ഷനെ പറ്റി നല്ല ബോധം ഉണ്ടല്ലോ എന്ന്. പിന്നെ അവൻ വണ്ടി കയറി ഇരുന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അടിപൊളി, നിനക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും വലുതാകുമ്പോൾ, നിനക്ക് നല്ല ഡയറക്ഷൻ സെൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവൻ താങ്ക് യു ഒക്കെ പറഞ്ഞ് അവൻ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കണേ. കുറച്ചിനും കഴിഞ്ഞ് ഞാൻ വണ്ടി ഓടിച്ചാൽ തുടങ്ങിയപ്പോൾ അവൻ പിന്നെ എന്നെ പറ്റി എല്ലാ കുറ്റവും പറയണേ. അമ്മ ഈ സൈഡിലല്ലല്ലോ, ആ സൈഡിലല്ലേ പോകേണ്ടത്, അമ്മ മറ്റവർ ഓവർടേക്ക് ചെയ്യണത് കാണണില്ലേ, അമ്മ അത് കാണണില്ലേ, അമ്മ ഇത് കാണണില്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്? നമ്മൾ ഒരാളെ അപ്പൊ ഞാനോടത്ത് കൊള്ളാലോ, ഇവനെ അപ്രിസിയേഷൻ കൊടുത്തത് പണിയായി. അപ്രിസിയേഷൻ കൊള്ളാന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നെ താഴ്ത്തി കാണാൻ തുടങ്ങി. അപ്പൊ ഈ ബാക്കിയുള്ളവരെ താഴ്ത്തി കാണാനുള്ള ടെൻഡൻസിനെയാണ് നമ്മൾ അറോഗൻസ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരാൾക്ക് അപ്രിസിയേഷൻ കൊടുക്കുമ്പോൾ അവർ അറോഗന്റ് ആയതല്ല, നമ്മളുടെ ഉള്ളിൽ ആ ടെൻഡൻസി ഉണ്ടാവും, ചിലപ്പോൾ പിള്ളേരിലാണെങ്കിലും ആർക്കാണെങ്കിലും. അപ്പൊ അത് റെക്കഗ്നൈസ് ചെയ്ത് അവരെ കറക്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളും നല്ലതാണ്, അവരും നല്ലതാണ്. ഒരു അപ്രിസിയേഷൻ കിട്ടുന്നത് ഡസൻ മീൻ ദറ്റ് യു ടു ഗുഡ്, ബാക്കിയുള്ളവരെല്ലാവരും പൊട്ടയണമെന്നൊന്നും അർത്ഥമില്ല. ചിലപ്പോൾ നീ വേറെ ഇതിലായിരിക്കും നല്ലത്, മറ്റവള് വേറെ ഇതിലായിരിക്കും നല്ലത്. അപ്പൊ ഒരു അപ്രിസിയേഷൻ ഒരിക്കലും ഒരാളെ താഴ്ത്തി കാണാനുള്ള ഒരു ലൈസൻസ് അല്ല എന്ന് നമ്മൾ എപ്പോഴും പിള്ളേരോട് പറഞ്ഞ് മനസ്സിലാക്കണം.
അപ്പോൾ നമ്മളുടെ ആ പേടി മാറ്റി വെച്ചിട്ട് ഫ്രീ ആയിട്ട് അപ്രിസിയേഷൻ കൊടുക്കാൻ നമ്മൾ പഠിക്കണം. കാരണം ഇങ്ങനത്തെ പേടികൾ, ഇങ്ങനെയുള്ള പിള്ളേർ ചീത്തായി പോവും, അപ്രിഷിയേറ്റ് ചെയ്ത് അവർ അഹങ്കാരികളായി പോവും, അങ്ങനെയൊക്കെയുള്ള പേടികൾ മിക്കപ്പോഴും നമ്മളെ പിള്ളേരെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാനും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവരുടെ ഉള്ളിൽ തന്നെ ഒരു ഫീലിംഗ് ഉണ്ടാവും, ഐ എം ഗുഡ്, ഞാൻ അത്ര പൊട്ടയല്ല. അപ്പൊ അവരെ ലോഡ് ചെയ്യണം എന്നാണ് പറയണത്. ഈ മാസ്റ്റർ ചാവക്കിയുടെ ബുക്കിൽ പറയുന്നത്, യങ് ചിൽഡ്രൻ ബീങ് വെരി സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ്, യുവർ പാരന്റ്സ് ഡു നോട്ട് നോ ഹൗ ഇന്റലിജന്റ് യു ആർ. കാരണം പാരന്റ്സ് ഡു നോട്ട് നോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും അവരെ പറ്റി തന്നെ അവർ പോരാന്ന് വിചാരിക്കണേ. അപ്പൊ പിന്നെ ബാക്കിയുള്ളവർ അവരെങ്ങനെ അംഗീകരിക്കും? അപ്പൊ നമ്മളെ പറ്റിയും നന്നായിട്ട് വിചാരിക്കുമ്പോഴേ നമുക്ക് വേറൊരാൾക്ക് നല്ല വാല്യൂസും നല്ല അപ്രിസിയേഷൻസും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ മൈൻഡ് സെറ്റ് ബ്ലോക്സ് ഒക്കെ മാറുമ്പോൾ മാത്രമേ നമ്മുടെ പിള്ളേർക്ക് അവർ ശരിക്കും ഇന്റലിജന്റ് ആണ്, അപ്പൊ ആ ശരിക്കുമുള്ള ഇന്റലിജന്റ് ആണെന്ന് അവരുടെ അടുത്ത് കൺവേ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ സെൽഫ് എസ്റ്റീം ഭയങ്കര താഴ്ത്തോട്ട് പോവും. അവരുടെ മിക്ക കാര്യങ്ങളും അതുകൊണ്ട് തന്നെ അവർ സഫർ ചെയ്യും. പറയുന്നത് ലോഡ് യുവർ ചിൽഡ്രൻ വിത്ത് അപ്രിസിയേഷൻ എന്നാണ്. മിക്കപ്പോഴും നമ്മളെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ കാര്യം മിക്കപ്പോഴും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും പിള്ളേരെ ഒരുപാട്. എങ്ങനെയാണ് ക്രിട്ടിസൈസ് ചെയ്യണത്? ചെറിയ ചെറിയ എക്സാമ്പിൾസ് ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ വീട്ടില് ഒരു കൊച്ചു സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും വാട്ടർ ബോട്ടിൽ എടുക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ നമ്മളുടെ ഫാൻ ഓഫ് ചെയ്തില്ല വീട്ടില്. അപ്പൊ ഫാൻ ഓഫ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവരോട് പറയണത്? അവർ വഴക്കാ പറയണത്, നമ്മൾ ഒച്ചപ്പാട് ഉണ്ടാക്കിയാണ് അവരോട് പറയണത്. അവര് ഭയങ്കര ഷെയിം ചെയ്തിട്ട്, നിന്നോട് എത്ര പറഞ്ഞാലും നീ കേൾക്കില്ല, നിനക്ക് ഒരു വിലയില്ല ഞാൻ പറയണത്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ബ്ലെയിം ചെയ്തും ഷെയിം ചെയ്തോണ്ട് നമ്മളൊരു കാര്യങ്ങൾ പ്രഷറൈസ് ചെയ്യും. എന്ന് വെച്ചാൽ നീ പോരാ, നീ കൊള്ളൂല, നീ പറഞ്ഞാൽ കേൾക്കാത്തവനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പ്രഷർ കൊടുത്തിട്ടാണ് നമ്മൾ മിക്കപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അനുസരിപ്പിക്കുന്നത്. സത്യത്തില് അവരങ്ങനെ പറയാതെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാം. പക്ഷെ അതിന് ഒരുപാട് എഫേർട്ട് എടുക്കണം പാരന്റ്സ് എന്ന നിലയിൽ. അപ്പൊ അങ്ങനെ വളർത്തുന്ന പിള്ളേര് വലുതാകുമ്പോൾ അവരുടെ സെൽഫ് എസ്റ്റീം നല്ലതായിരിക്കും. എങ്ങനെയാണ് കാണിച്ചു കൊടുക്കുക? നല്ല സൈഡ് എപ്പോഴും കാണിച്ചു കൊടുക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കറക്റ്റ് സമയത്ത് ഓഫ് ചെയ്യുമ്പോൾ എല്ലാ ഗുണങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കാം. വലുതാവുമ്പോഴാണെങ്കിലും നിനക്ക് കറണ്ടിൽ ഒരുപാട് സേവിങ്സ് നടത്താം. നീ ആവശ്യമില്ലാതെ വേസ്റ്റ് ചെയ്യുമ്പോൾ നിന്റെ കയ്യിലുള്ളതൊന്നും, വാട്ട് എവർ യു വേസ്റ്റ് വിൽ ബി ടേക്കൻ അവേ ഫ്രം യു എന്നാണ് പറയുന്നത്, ലോ ഓഫ് കർമ്മ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ നിന്റെ കാര്യങ്ങൾ എപ്പോഴും സേഫ് ആയിട്ടിരിക്കാനായിട്ട് നിനക്ക് ഈ പ്രാക്ടീസ് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ അതെന്റെ നീഡാണ്. ഞാനൊരു റെസ്പോൺസിബിൾ ഇൻഡിവിജ്വൽ ആണ്. ഞാനിത് ചെയ്യേണ്ടത് എന്റെ ഫാമിലിനെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനത്തെ നല്ല കാര്യങ്ങൾ പറഞ്ഞു വേണം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ. ഓരോ കാര്യങ്ങൾ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ്, ഇപ്പൊ ടി വി ഓഫ് ചെയ്യാനാണെങ്കിൽ തന്നെ എന്താണ് അതിന്റെ നീഡ്? പിന്നെ പറഞ്ഞ പോലെ തൊട്ടിനും പിടിച്ചതിനൊക്കെ വെള്ളം വെക്കാതിരിക്കുക. ടി വി കുറച്ചു നേരം കണ്ടാലും കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വെക്കാം. അപ്പൊ അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലാതെ നമ്മൾ എപ്പോഴും അവര് ആ പോസിറ്റീവ് സൈഡ്, ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, ഇതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്നല്ല, ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നല്ല നല്ല പിക്ചർ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ മിക്കപ്പോഴും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറും. ഇങ്ങനെ നമ്മൾ അങ്ങനെ എല്ലാവരും വളർത്തണം. ഇപ്പൊ പഠിക്കാനൊക്കെ ആണെങ്കിലും എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്? പഠിക്കുമ്പോഴുള്ള നല്ല ഗുണങ്ങൾ എന്താണ്? പഠിക്കുമ്പോൾ എല്ലാം നിന്റെ ലൈഫിൽ വരാൻ പോണ പ്രോസ്പെരിറ്റി എന്താണ്? നിന്റെ ലൈഫിൽ വരാൻ പോണ ചേഞ്ചസ് എന്താണ്? അങ്ങനെ എപ്പോഴും അത് എളുപ്പമല്ല. ഒരു അടി കൊടുക്കുന്നതാണ് എളുപ്പം. പഠിക്കാതിരിക്കുമ്പോൾ വന്നിട്ട് പുറകെ നിന്ന് ഒരു അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് പോയിരുന്ന് പഠിച്ചോളും. അത് പ്രഷറാണ്. അല്ലെങ്കിൽ അവരുടെ അടുത്ത് സമയം കളയാതെ പൊയ്ക്കോ എന്ന് പറഞ്ഞൊന്ന് ലൗഡായിട്ട് ഒച്ച ഉണ്ടാക്കിയാൽ മതി. അവര് പേടിച്ച് അവർ പോയിരുന്ന് പഠിച്ചോളും. അത് പ്രഷറാണ്. അപ്പൊ പ്രഷറിൽ നമ്മൾ അവരെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിക്കാൻ ഇറ്റ്സ് വെരി ഈസി. പക്ഷേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഫസ്റ്റ് ടൈം കേൾക്കില്ല, സെക്കൻഡ് ടൈം കേൾക്കില്ല, തേർഡ് ടൈം കേൾക്കില്ല. നമ്മളുടെ ഡെവലപ്മെന്റ് ആണ് അതിൽ ഇമ്പോർട്ടന്റ്. നമ്മളുടെ പേഷ്യൻസ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ മനസ്സിൽ വേണം, നമ്മളൊരു ജനറേഷനെയാണ് മുമ്പിലോട്ട് കൊണ്ടുവരുന്നത്. അവര് നല്ല വാല്യൂസ് കൊടുത്ത് വളർത്തിയാൽ ഈ ഫുൾ മാർക്കും 100% മാർക്ക് കിട്ടിയിട്ടൊന്നും കാര്യമില്ല. അവരുടെ മെയിൻ ബേസ് ശരിയായില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ബേസ് ശരിയായില്ലെങ്കിൽ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുത്ത് വളർത്തുന്ന പിള്ളേര് അവര് ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ പാരന്റ്സ് സേഫ് ആയി. ഓ, അവന് ജോലി കിട്ടിയല്ലോ, ഓക്കെ, ഇനിയിപ്പോ ഞാൻ അവനെ വഴക്ക് പറയേണ്ട ആവശ്യമില്ല. മിക്ക പാരന്റ്സും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇനിയിപ്പോ അവനായി, അവന്റെ പാടായി, ഞാൻ ഇനി അവന്റെ അടുത്തൊന്നും പറയാൻ പോണില്ല, അവന് ഇഷ്ടമുള്ള പോലെ അവൻ ചെയ്തോട്ടെ, എന്റെ റോള് കഴിഞ്ഞു. അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും വിചാരിക്കും. പക്ഷെ റിയൽ പിക്ചർ, റിയൽ ഫിലിം ഹാപ്പൻസ്. നമ്മളൊരു അതാണ് നമ്മുടെ പ്രോസ്പെരിറ്റിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിക്കുന്നത്. ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ വേറെ പല കാര്യങ്ങളിലോട്ടും പോണത്. അതിന്റെ ബേസ് നമ്മൾ ജോലി കിട്ടുക എന്നുള്ളതാണ്.
നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാം. അതൊരു മണി ഒരു എനർജിയാണ്. നമുക്ക് കുറെ കോൺഫിഡൻസ് തന്നെ ഒരു എനർജിയാണ് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ മുമ്പോട്ട് പോവാൻ. അപ്പൊ എന്ത് പറ്റും, ഇവിടെ ചെല്ലുമ്പോഴേക്കും ഇവര് പെർഫോം ചെയ്യണില്ല കാര്യമായിട്ട്. കാരണം ഇവർക്ക് പ്രഷർ ഇല്ല, അമ്മയില്ല പുറകിൽ നിന്ന് തല്ലാനായിട്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോജക്റ്റ് കൊടുത്തു കഴിയുമ്പോഴേക്കും അവരത് ഡെഡ് ലൈൻ ആവണവരെ കാത്തിരിക്കും. കാരണം എന്താ, ഡെഡ് ലൈൻ ഒരു പ്രഷറാണ്. നാളെ തീർത്തില്ലെങ്കിൽ പണി കിട്ടും. അപ്പൊ ആ പ്രഷർ കൊണ്ട് മാത്രമേ ഇവർ ആക്ട് ചെയ്യാൻ പഠിച്ചിട്ടുള്ളൂ. അവര് അല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കും. അപ്പൊ മിക്കപ്പോഴും ലാസ്റ്റ് മിനിറ്റിൽ എന്റെ മെജോറിറ്റി ആൾക്കാരും പറയുന്ന എന്റെ പ്രോബ്ലം പ്രൊക്കാസ്റ്റിനേഷൻ ആണ്. അപ്പൊ ഈ പ്രൊക്കാസ്റ്റിനേഷനും അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഈ നമ്മൾ കൊടുക്കുന്ന പ്രഷറിന്റെ ബേസിസിൽ വന്ന കാര്യങ്ങളാണ്. നമ്മളത് അറിയണില്ല. നമ്മൾ ഓർക്കും നമുക്ക് 100% മാർക്ക് മേടിച്ച് അവർക്കൊരു ജോലി മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തിങ്സ് ആർ ഡൺ. മിക്ക കമ്പനീസിലും ഐട്രേഷൻ റേറ്റ് ഇസ് ടു ഹ്യൂജ്. എന്തുകൊണ്ടാണ്? പിള്ളേർക്ക് ഈ പ്രഷർ താങ്ങാൻ പറ്റില്ല. കാരണം പിള്ളേർ റെസ്പോൺസിബിലിറ്റിയിലും ലവ് ഓഫ് ദ വർക്കിലും ഒന്നുമല്ല. അവർക്ക് അവരുടെ ഫേവറേറ്റ് കളർ എന്താണെന്ന് പോലും അറിയില്ല. മെജോറിറ്റി കേസസിലും അവരുടെ ഫേവറേറ്റ് കളർ എന്താണെന്ന് വെച്ചാൽ, ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് വെച്ചാൽ 2 മിനിറ്റ് ആലോചിക്കണം. കാരണം എല്ലാ ചോയ്സസും നമുക്ക് വേണ്ടി നടത്തിയിരിക്കുന്നത് നമ്മുടെ പാരന്റ്സ് ആണ്. അപ്പൊ അങ്ങനെ അവരൊട്ടും നമ്മൾ കേപ്പബിൾ അല്ലാതെ വളർത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പ്രഷർ കൊടുത്തിട്ട് അവർ പഠിക്കുന്നു പറഞ്ഞു. കാരണം ഇങ്ങനത്തെ വാല്യൂസ് മാർക്ക് ഇച്ചിരി കുറഞ്ഞാലും അവർ റെസ്പോൺസിബിൾ ആയിട്ട് അവർ ആ സബ്ജക്റ്റിനോടുള്ള സ്നേഹം ഡെവലപ്പ് ചെയ്തൊക്കെ പഠിക്കുവാണെങ്കിൽ അത് ഇറ്റ് ഗോസ് എ ലോങ് വേ. അവർ ആ പ്രൊഫഷണൽ ലൈഫിൽ എൻഡ് വരെ നിൽക്കും അവര്. അപ്പൊ അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ അപ്രീസിയേഷൻ വഴി നമുക്ക് കൊടുക്കാൻ പറ്റും പിള്ളേർക്ക്. പിന്നെ എന്താണ്, പിന്നെ പറയുന്നത് ഫെയിലിയേഴ്സ് ആൻഡ് ഫിയേഴ്സ്. ഫെയിലിയേഴ്സ്, നമുക്കൊരു ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിലെ തന്നെ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ തോറ്റിട്ടുണ്ടെങ്കിൽ അവർ മടിയന്മാരാണ്, അവരങ്ങനെയാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിൽ പെട്ടുപോകും. എനിക്ക് മടിയായിട്ടാണ് ഞാൻ പഠിക്കാത്തത്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അങ്ങനെ നമ്മൾ അവരെ ടേം ചെയ്യും, കൊള്ളില്ല പഠിക്കാൻ, മടിയനാണ്, മണ്ടനാണ്, അല്ലെങ്കിൽ ഇന്റലിജന്റ് അല്ല, കഴിവില്ലാത്തതുകൊണ്ടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ടേം ചെയ്യും. നമ്മൾ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ്സിൽ തോറ്റുപോയി. പക്ഷെ മാസ്റ്റർ ഷോക്കിയുടെ ബുക്കിൽ പറയണേ, ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഇഫ് യു ഹാവ് ട്രൈഡ് യുവർ ഓൾഡ് മെത്തേഡ്, ഇഫ് ഇറ്റ് ഡസന്റ് വർക്ക്, യു ഹാവ് ബീൻ ഹിറ്റിംഗ് യുവർ ഹെഡ് അഗെയിൻസ്റ്റ് ദ വാൾ ഇസ് സ്റ്റിൽ ദേർ. വൈ ഡോണ്ട് യു ട്രൈ സംതിങ് ന്യൂ? അപ്പൊ നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മളെ തന്നെ ഈ ഫെയിലിയേഴ്സ് ഒക്കെ നമ്മളെ തന്നെ നമ്മൾ പൊട്ടയാണ്, എന്നെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാണ്, ഞാൻ കൊള്ളില്ല, ഞാൻ പഠിക്കില്ല എന്നൊക്കെ വിചാരിക്കുന്നതിന് പകരം അവരുടെ അടുത്ത് റിയൽ റൂട്ട് കോസ് എന്തുകൊണ്ടാണ് ഫെയിൽ ആയത്. ചില ആൾക്കാർ പറയും അവരുടെ പിള്ളേർക്ക് ഫോൺ അഡിക്ഷൻ ആണ്. പക്ഷെ ചിലപ്പോൾ ഫോൺ അഡിക്ഷൻ എന്തുകൊണ്ടായിരിക്കാം, മിക്കപ്പോഴും ഫോൺ അഡിക്ഷൻ ഇസ് എ ഡിസ്ട്രാക്ഷൻ. എന്തുകൊണ്ടാണ് ഡിസ്ട്രാക്ട് ചെയ്യുന്നത് അവര്? ടീനേജ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ പിള്ളേർക്ക് ബ്രേക്കപ്പ് വരെ ഉണ്ടാവും. അമ്മമാര് പാരന്റ്സ് ഒന്നും അങ്ങനെ രജിസ്റ്റർ ചെയ്യണ പോലും ഇല്ല, അങ്ങനെ ഒരു സ്റ്റേജിൽ കൂടി പിള്ളേർ കടന്നു പോകുന്നുണ്ടെന്നൊക്കെ. അപ്പൊ ചിലപ്പോൾ അവരുടെ ആ മെമ്മറീസ് എന്നൊക്കെ പോരാനായിരിക്കാം ചിലപ്പോൾ അവർ ഫോണും പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പല പല റൂട്ട് കോസസ് ഉണ്ടാവും. അപ്പൊ ആ വാൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പിള്ളേരെ ഹെൽപ്പ് ചെയ്യുക. എപ്പോഴും ഭയങ്കര ക്യൂരിയസ് ആവാം, എന്തുകൊണ്ടാണ്. ഒരു അസംഷൻ ചെയ്യാതെ ഇത് ക്രിറ്റിസിസം ആണ്. ടേം ചെയ്യും നമ്മൾ, അവർ കൊള്ളില്ല എന്ന് പറയണം. പിന്നെ അവർ ഇത്തിരി പ്രോഗ്രസ് വെക്കുമ്പോഴേക്കും പോരാന്ന് പറഞ്ഞത്, ഇത്രയല്ലല്ലോ, 100 മാർക്സ് അല്ലേ മേടിക്കേണ്ടിയിരുന്നത്, 80 മാർക്സ് അല്ലേ മേടിച്ചുള്ളൂ. അപ്പൊ ആ പോരാ എന്നുള്ള ഫീലിംഗ് അവർക്ക് എപ്പോഴും ഉള്ളിൽ തങ്ങും. അപ്പൊ ചെറിയൊരു അച്ചീവ്മെന്റ് അവരെ സ്കിൽ സെറ്റും അവരെ നമ്മൾ അറിയണം. അപ്പൊ അവരുടെ സ്കിൽ സെറ്റും അനുസരിച്ച് അവരെ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ അവരെ ഒരുപാട് അപ്രിസിയേഷൻസ് കൊണ്ട് ലോഡ് ചെയ്യണം. അപ്പൊ ഈ ഫെയിലിയേഴ്സ് എപ്പോഴും അവർക്ക് നമ്മളുടെ ഹെൽപ്പും കൂടി വേണം. കാരണം ഇതൊരു ലേണിംഗ് ആണ്. ഫെയിലിയർ പറ്റും, ചിലപ്പോൾ നമ്മൾ തോറ്റു പോകും, കുഴപ്പമില്ല. 2 പ്രാവശ്യം സെയിം സ്കൂളിൽ ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷെ ആ കിട്ടുന്ന ലേണിംഗ് ഇല്ലേ, ആ ഫെയിലിയർ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് കിട്ടുന്ന ലേണിംഗ് ഇല്ലേ, ദാറ്റ് ഇസ് ഫോർ ലൈഫ്. ചെറിയൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ്, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്ത് 10-40 വയസ്സിലായിരിക്കും നമ്മൾ ഫെയിലിയർ അനുഭവിക്കുന്നത്, നമ്മൾ ഡിപ്രഷനിലോട്ട് പോകും. എന്തുകൊണ്ടാണ്? ഫെയിലിയർ എപ്പോഴും നമ്മൾ അസോസിയേറ്റ് ചെയ്യണ ഞാൻ കൊള്ളില്ല, ഞാൻ പൊട്ടയാണെന്ന്. ശരിക്കും ഫെയിലിയർ നമ്മൾ അസോസിയേറ്റ് ചെയ്യേണ്ടത് വാട്ട് വെന്റ് റോങ്, ലേണിംഗ് എടുക്കുക, മുമ്പോട്ട് പോവാം. അപ്പൊ അങ്ങനെ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ഇച്ചിരി മാർക്ക് പറയുമ്പോൾ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഒക്കെ പിള്ളേരെ പഠിപ്പിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ പിന്നെയും സെറ്റ് ആവും, ഞാൻ കൊള്ളില്ല, ഞാൻ പോരാ എന്നുള്ള ഫീലിംഗിലോട്ടായിരിക്കും അവർ മിക്കപ്പോഴും പോണത്. അതുപോലെ തന്നെ ഫിയർ ഇസ് എൻ അബ്സല്യൂട്ട് നെസസിറ്റി. ഇറ്റ് കീപ്സ് us alive, but you have to distinguish between fear based on reality and fear based, ഒരു മിനിറ്റ്,
but you have to distinguish between fear based on reality and fear based on imagination. മിക്കപ്പോഴും ഒരു ഫെയിലിയർ, ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിസിനസ് ഫെയിലിയേഴ്സ്, ലവ് അഫെയർ ഫെയിലിയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഫിയർ ആണ് ഉണ്ടാവുന്നത്. മിക്കപ്പോഴും ആങ്സൈറ്റിയാണ് നമുക്ക് പിള്ളേരെ പറ്റി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പഠിക്കുമോ, അവർ ജയിക്കുമോ, അപ്പൊ അങ്ങനത്തെ ഫിയറിന്റെ ബേസിസിലാണ് മിക്കപ്പോഴും നമ്മൾ ആക്ഷൻ എടുക്കുന്നത്. അപ്പൊ നമ്മൾ നല്ല അപ്രിസിയേഷൻസും നല്ല ബ്ലെസ്സിങ്സും ഒക്കെ പിള്ളേർക്ക് കൊടുക്കുന്നതിന് പകരം നമ്മൾ മിക്ക കേസസിലും നമ്മുടെ പേടിയുടെ ബേസിസിൽ നമ്മൾ അവർക്ക് പാസ് ചെയ്യുന്നത് ആങ്സൈറ്റിയുടെ എനർജിയാണ്. അപ്പോൾ മിക്കപ്പോഴും പിള്ളേരെ പ്രോസ്പർ ചെയ്യാനായിട്ട് നല്ല ബ്ലെസ്സിങ്സും നല്ല നല്ല ചിന്ത വേണം നമുക്ക് അവരെ പറ്റി. അവർ നന്നാവും, അവർക്ക് ശരിയാവും. അവർ പഠിത്തത്തിൽ തോറ്റെങ്കിലും അവർ ബാക്കി കാര്യങ്ങളിലൊക്കെ നല്ലതാണ്. എന്നുവെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഏരിയ അല്ല പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. ഈവൻ ഈ 10th സ്റ്റാൻഡേർഡ് പാസ്സാവാത്ത ആര് വരെയും ഭയങ്കര പ്രോസ്പെറസ് ആയിട്ട് എല്ലാ തലങ്ങളിലും ജീവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചിന്താഗതികളും ഒക്കെയുള്ള ആൾക്കാർ, നമ്മളുടെ പേടി എന്തിനെ ബേസ് ചെയ്താണെന്ന് നമ്മൾ എപ്പോഴും അറിയണം. റിയാലിറ്റീനെ ബേസ് ചെയ്താണ്, അല്ലെങ്കിൽ നമ്മളുടെ മിത്ത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പേടിയെന്ന് എപ്പോഴും നമ്മൾ അറിയണം. പിന്നെ പിള്ളേർക്ക് എപ്പോഴും നല്ല ബിലീഫ് സിസ്റ്റംസും എൻകറേജ്മെന്റ്സും ബ്ലെസ്സിങ്സും കൊടുക്കണം. അതൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മളുടെ പേടി മാറ്റണം. നമുക്ക് ഒരിക്കലും അവരുടെ പുറകെ നടക്കാൻ പറ്റില്ല എല്ലാ കാര്യത്തിലും. നമുക്ക് അവരെ എക്യുപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. നല്ല ബിലീഫ് സിസ്റ്റംസ്, നല്ല എത്തിക്സ്, നല്ല എന്ന് വെച്ചാൽ പുറത്തൊക്കെ പോകുമ്പോൾ എങ്ങനെ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള നല്ല വാല്യൂസും, അത് മാത്രമേ നമുക്ക് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് അവരെ പറ്റിയുള്ള നല്ല ചിന്തകൾ മാത്രമേ നമുക്ക് പുലർത്താൻ പറ്റുള്ളൂ. അപ്പോൾ മിക്ക കേസസിലും എന്താ പറ്റണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കും എൻ്റെ കൊച്ചു പഠിക്കും. മിക്കപ്പോഴും ആരെങ്കിലും അവരെന്തെങ്കിലും ടൂറിനൊക്കെ പോയുമ്പോൾ തന്നെ തിരിച്ചു വന്നവരെ പാരന്റ്സ് ഭയങ്കര ആങ്ഷ്യസ് ആണ്. അവർക്ക് കഴിവുണ്ട്, അവരിത് ടേക്ക് കെയർ ചെയ്തോളും എന്നൊന്നും വിചാരിക്കാതെ അവർ സെൻഡ് ചെയ്യണത് മിക്കപ്പോഴും ആങ്ഷ്യസ് തോട്ട്സ് ആണ്. ഒരു കേസ് എൻ്റെ അടുത്ത് ഒരു പെൺകൊച്ചിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ ആ കൊച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊമോഷനായി ഒരു മാനേജർ ലെവലിലോട്ട് പ്രൊമോഷനായി. അതിനു മുമ്പ് വരെ അതൊരു ഇൻഡിപെൻഡന്റ് കോൺട്രിബ്യൂട്ടർ ആയിരുന്നു. എന്ന് വെച്ചാൽ അതിന്റെ ജോലിയിലൊക്കെ അത് ഭയങ്കര മിടുക്കിയാണ്. പക്ഷെ മാനേജർ ആയപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. താഴത്തുള്ള ആൾക്കാരോടൊക്കെ കുഴപ്പമില്ല. അപ്പൊ മിക്കപ്പോഴും ബിസിനസ് മീറ്റിംഗ്സിലൊക്കെ അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും നല്ല സൊല്യൂഷൻസ് ഉണ്ടെങ്കിലും എനിക്ക് അത് കൊടുക്കാൻ പറ്റുന്നില്ല ആൾക്കാർക്ക്. കാരണം എനിക്ക് പേടിയാണ്. എനിക്ക് എല്ലാവരും എന്നിലും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും പദവിയിൽ ഹൈ ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ എൻ്റെ സൊല്യൂഷൻസ് എത്ര നല്ലതാണെങ്കിലും എനിക്കത് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല മിക്കപ്പോഴും. അതായിരുന്നു പ്രോബ്ലം. റൂട്ട് ട്രേസ് ചെയ്ത് വരുമ്പോൾ മെയിൻ കേസ് എന്താണെന്ന് വെച്ചാൽ, ഈ അമ്മ ഭയങ്കര പേടിച്ച് വളർത്തിയ ഒരു കൊച്ചാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊച്ച് ആരോടെങ്കിലും ഒക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അമ്മ വിചാരിക്കുന്നത് ഈ കൊച്ചിന് അത്ര കഴിവില്ല. അപ്പൊ ഞാൻ തന്നെ ഇടയിൽ നിൽക്കണം, ഞാൻ തന്നെ ഈ കൊച്ചിനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴും തിരിച്ചു പറയണത് മൊത്തം അമ്മയാണ്. അപ്പൊ ഒരു എൽഡർലി ആളുടെ പ്രസൻസിൽ ഞാൻ സംസാരിക്കാൻ ഉള്ള കഴിവ് എനിക്കില്ല എന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളും ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്. നമ്മളുടെ അപ്പനമ്മയ്ക്കുള്ള കഴിവും നമുക്കുണ്ട്, എല്ലാ മനുഷ്യർക്കും കഴിവുണ്ട്. പക്ഷെ മിക്കപ്പോഴും ഓവർ പ്രൊട്ടക്ഷന്റെ പേരിൽ നമ്മൾ പിള്ളേരെ ഒരു കഴിവില്ലാത്തവരായി വളർത്തും. നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ അത്രയും കഴിവ് അവർക്കില്ല, അവർക്ക് അവിടെ പുറത്തു പോയി അവരെ നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവര് പേടിക്കും. റിയാലിറ്റി ആണോ എപ്പോഴും നമ്മൾ നോക്കുക? നമ്മുടെ ഫിയർ ഇസ് ബേസ്ഡ് ഓൺ റിയാലിറ്റി, അല്ലെങ്കിൽ നമ്മൾ അവരെ ആക്സെപ്റ്റ് ചെയ്യാത്ത കുഴപ്പമാണോ എന്നൊക്കെ ഒരുപാട് നമ്മൾ അനലൈസ് ചെയ്യണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ പിള്ളേരുടെ ഉള്ളിൽ സ്റ്റക്കായി പോകും. പിന്നെ മിസ്റ്റേക്സ്, ലൈഫിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുമ്പോൾ നമ്മൾ അവരോട് പറയുന്ന കോൺവെർസേഷൻസ്. മിസ്റ്റേക്സ് ആർ അൺഅവോയ്ഡബിൾ പാർട്ട് ഓഫ് ലൈഫ് ആൻഡ് വൈറ്റൽ ടു മാൻസ് ഗ്രോത്ത്. ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഇല്ലേ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു വാട്ടർ ബോട്ടിൽ സ്കൂളിൽ മറന്നു വെച്ചിട്ട് പോയി, തിരിച്ചവർ വരുമ്പോഴേക്കും നമ്മൾ അവരോട് എന്തുകൊണ്ടാണ് വാട്ടർ ബോട്ടിൽ മറന്നതെന്നല്ല ചോദിക്കണേ. വാട്ടർ ബോട്ടിൽ മറന്നെന്ന് അറിയണ നേരം നമ്മൾ അവരെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. നിനക്ക് കാശിന് വിലയില്ല, ഇന്നലെ മേടിച്ചതല്ലേ, പുതിയതല്ലേ, കാശിന് വില ഉണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യോ? അപ്പോൾ അവരുടെ മുകളിലോട്ട് നമ്മൾ ബൊമ്പാഡ് ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം നിനക്ക് കാശിന് വിലയില്ല, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ അവരെ ടേം ചെയ്യണത് ഇത് ക്രിറ്റിസിഷനാണ്. എന്തുകൊണ്ടാണെന്ന് ഒരിക്കലും നമ്മൾ അവരോട് ചോദിക്കണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ വരെ അവർക്ക് പേടിയാണ്. ചെറിയ മിസ്റ്റേക്സ് വരെ അവർ വേറെ ആൾക്കാരുടെ തലയിലോട്ട് ഇടും മെജോറിറ്റി സമയങ്ങളിലും. അപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റേ എടുത്തിട്ട് പോയതാണ്, ഇയാളെടുത്തിട്ട് പോയതാണ്. ഈ മിസ്റ്റേക്സ് നമുക്ക്
ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ മെയിൻ കാര്യം തന്നെ ചെറിയ മിസ്റ്റേക്സിലൊക്കെ തന്നെ വലിയ വലിയ റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന പാരന്റ്സ് മിക്കപ്പോഴും നമുക്കുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു പൊട്ടയിട്ട് ടേം ചെയ്യുന്ന പാരന്റ്സ് നമുക്കുണ്ട്. ഇത് ആഹ്, വലിയ രീതിയിൽ പോകുമ്പോൾ ഒരു റിലേഷൻഷിപ്സിലേക്ക് മെജോറിറ്റി ഓഫ് ദ കേസസ് ഒരാൾക്ക് സോറി പറയാനുള്ള പ്രോബ്ലം ആയിരിക്കും റിലേഷൻഷിപ്പ് ഫെയിലിയേഴ്സിന്റെയൊക്കെ മെയിൻ ബേസ്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ നമ്മൾ അവർക്ക് സ്പേസ് കൊടുത്തില്ലെങ്കിൽ അവരുടെ ലൈഫിന്റെ മെജോറിറ്റി ഭാഗവും അവർ മിസ് ചെയ്യും. അവർ മിസ്റ്റേക്സ് സില്ലി ആയിട്ട് എടുക്കില്ല. "ശ്ശോ! ഞാൻ മറന്നുപോയി" എന്ന് പറയാനുള്ള ധൈര്യം പോലും അവർക്ക് ഉണ്ടാവില്ല. അവർ മിക്കപ്പോഴും ഭയങ്കര ഡിഫെൻസീവ് ആവും. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ തന്നെ അവർ ഭയങ്കരമായിട്ട് ഡൗൺ ആവും. ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് വെച്ചോ ലൈഫില്. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമ്പോ മിക്കപ്പോഴും എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് 10 ഡേയ്സ് പോയി. ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും ബ്രേക്ക് ആയി. ആ കൺസിസ്റ്റൻസി ബ്രേക്ക് ആയി. അപ്പൊ നമുക്കത് ഇത്രയും ദിവസം ഞാൻ നല്ലത് ചെയ്തതല്ലേ, ഒരു ദിവസമല്ലേ ഞാൻ ബ്രേക്ക് ചെയ്തുള്ളൂ, അത് സാരമില്ല എന്ന് നമ്മളോട് തന്നെ പറയാനുള്ള ആ ഒരു സ്കിൽ സെറ്റ് പോലും ഇല്ല. കാരണം ഒരു ദിവസം ഇതായാലും നമ്മുടെ വിചാരം നമ്മൾ പോരാ, നമ്മൾ കൊള്ളില്ല. അപ്പൊ ഇതെന്തുകൊണ്ടാണ് ചെറിയ മിസ്റ്റേക്സ് പോലും നമുക്ക് നമ്മളോടൊരു കമ്പാഷൻ ഇല്ല. നമ്മൾ ചെറിയ മിസ്റ്റേക്സ് വരുത്തുമ്പോൾ പോലും നമ്മളെ പറ്റി പറയണ നമ്മൾ പോരാ, നമ്മൾ കൊള്ളില്ല. നമ്മള് അങ്ങനെ വലിയ 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 തോട്ട്സ് ആണ് നമ്മുടെ തലയിൽ വരുന്നത്. വിച്ച് ആക്ച്വലി ഡ്രെയിൻസ് അസ്. അപ്പോ ആസ് എ പാരന്റ് എപ്പോഴും നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കണം. എന്തെങ്കിലുമൊക്കെ പിള്ളേരുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാ പറ്റിയതെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ. പിന്നെ അവർക്കൊരു സേഫ് സ്പേസ് കൊടുക്കാൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. നമ്മുടെ തോട്ട്സ് അവരുടെ തലയിലോട്ട് ഇടാതെ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെറിയ ചെറിയ മിസ്റ്റേക്സ് അത് സാരില്ല എന്ന് വെക്കാനും ഉള്ള കഴിവ് പാരന്റ്സ് തന്നെ കൊടുക്കണം പിള്ളേർക്ക്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ അവരുടെ തലയിൽ എപ്പോഴും സെറ്റ് ആയി പോകും. അപ്പോൾ മാസ്റ്റർ ഷാവക്കിയുടെ ബുക്കിൽ പറയുന്നത് എന്താണ്? ഡോണ്ട് ലെറ്റ് അഡൽട്സ്, ടീച്ചേഴ്സ് ഓർ യുവർ ക്ലാസ്മേറ്റ്സ് ബ്രെയിൻ വാഷ് യു ദാറ്റ് യു ആർ നോട്ട് ഇന്റലിജന്റ്. You are intelligent because you are image of God. God is intelligent. You must be intelligent. The only thing that will prevent that from happening is if you believe you're not smart. അപ്പം എന്താണ് നമ്മുടെ എല്ലാ പ്രോബ്ലത്തിന്റെയും പ്രശ്നം? വി ബിലീവ് ദാറ്റ് വി നോട്ട് സ്മാർട്ട് ഇനഫ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ തലയിൽ ഇതൊക്കെ സെറ്റ് ആവണത്? കുറെയൊക്കെ നമ്മുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് വരുന്നതാണ്. അപ്പൊ വി ആസ് പാരന്റ്സ് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ നമ്മുടെ പിള്ളേരാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവരില് അവര് പോരാ പോരാ എന്നുള്ള ഫീലിംഗ് എപ്പോഴും നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് അപ്രിസിയേഷൻസും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇങ്ങനെയുള്ള നമ്മൾ ഈ പറഞ്ഞ ചെറിയ ചെറിയ പോയിന്റേഴ്സ് ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ അവരുടെ ലൈഫിൽ ഒരുപാട് ഡിഫറൻസ് വരും. അവർ ക്രിറ്റിസിഷൻസും ഈവൻ ക്രിറ്റിസിഷൻസ് ഈ ലോകത്ത് ഇല്ലെന്നല്ല, ക്രിറ്റിസിഷൻസ് ഉണ്ടാവും. അങ്ങനെ പല പല ഫീലിംഗ് ആരെങ്കിലും അവരോട് യു നോട്ട് സ്മാർട്ട്, യു നോട്ട് ഇന്റലിജന്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവരത് ഭയങ്കര ലൈറ്റ് ആയിട്ട് എടുക്കും. മിക്കവാറും ദി റൈസ് അപ്പ് ദിയർ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയണത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം എന്റെ മോന്റെ സ്കൂളിൽ ഒരു കൊച്ചിനെ ടീച്ചർ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. ആ കൊച്ചു ഭയങ്കര ഇന്റലിജന്റ് ആണ് എന്നല്ല, ആ കൊച്ചു ഭയങ്കര ഫണ്ണിയാണ്, ഭയങ്കര കൈൻഡ് ആണ്, ലവിങ്, അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള കൊച്ചാണ്. പക്ഷെ അവൻ കറക്റ്റ് സമയത്ത് അസൈൻമെന്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്യില്ല. അതാണ് അവന്റെ പ്രോബ്ലം. അപ്പൊ ടീച്ചർ അവനെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞപ്പോ സാധാരണ പിള്ളേർ ഓർക്കും ഞാൻ കൊള്ളില്ല, ഞാൻ പൊട്ടയാണ്. പക്ഷെ അവൻ ടീച്ചർ ഭയങ്കര ലൗഡായിരുന്നു. നിന്നോട് എത്ര ആശ്രയം പറയണ, നീ മണ്ടനാണ്, നീ എന്താ പറഞ്ഞാൽ കേൾക്കാത്തെ, ഇത്ര പേർക്ക് ചെയ്യാമെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റാത്തത്, ഭയങ്കര ലൗഡായിപ്പോ അവൻ ടീച്ചറോട് കാമായിട്ട് പറഞ്ഞേ, എന്നോട് മര്യാദക്ക് പറഞ്ഞാൽ ഞാൻ ചെയ്തോളാം, ഞാൻ മറന്നുപോയതാണ് മാം, സമാധാനമായിട്ട് പറ, അപ്പൊ ഞാൻ സമാധാനപ്പെട് എന്ന് മാമിനെ കൺസോൾ ചെയ്യുന്നതാണ് കാണുന്നത് കൊച്ച്. എന്ന് വെച്ചാൽ അവനൊരു വിചാരമില്ല അവൻ പൊട്ടേണെന്ന്. മാം ഒച്ചുണ്ടാക്കുന്നത് മാമിന്റെ പ്രോബ്ലം ആണ്, മാമിന് നീഡ്സ് ഹെൽപ്പ് എന്നാണ് അവൻ വിചാരിക്കുന്നത്. അവൻ ഭയങ്കര കാമായിട്ട് മാം സമാധാനപ്പെട്, എന്നോട് സ്നേഹത്തോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു. അങ്ങനെ കാമായിട്ട് ഓരോ മൊമെന്റിലും ഈവൻ നമ്മുടെ സുപ്പീരിയേഴ്സ് നമ്മളോട് പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് നമ്മളോട് പറയുമ്പോഴും ആരെങ്കിലും പുറത്തുള്ള ആൾക്കാർ, നമ്മൾ വീട്ടിൽ അങ്ങനെ കുറേ അപ്രിസിയേഷൻസും കുറേ നല്ല സെൽഫ് എസ്റ്റീമും ഒക്കെ കൊടുക്കുന്ന പിള്ളേർക്ക് പുറത്തുള്ള ആൾക്കാർ അവരെ ലെസ് ആയിട്ട് ഫീൽ ചെയ്യിക്കുമ്പോൾ അവർക്ക് കാമായിട്ട് ചോദിക്കാൻ പറ്റും, വൈ ഡു യു തിങ്ക് സോ? നിങ്ങൾ സ്മാർട്ട് അല്ല, നിങ്ങൾ കൊള്ളില്ല, നിങ്ങളെ കാണാൻ ഭംഗിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തലയിലോട്ട് എടുത്തിട്ട് ഞാൻ അതാണെന്ന് വിശ്വസിക്കാതെ സമാധാനമായിട്ട് നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റും, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? നിങ്ങൾ വിചാരിക്കണേൽ അവരെ മിറർ കാണിക്കാൻ പറ്റും. നിങ്ങൾ ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ആങ്ഷ്യസ് ആയതുകൊണ്ടാണോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂളായിട്ട് നമ്മൾ
വേറെ അങ്ങനെ നമ്മളോട് പൊട്ട കാര്യങ്ങളൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് കാമായിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്കൊരു കാം മൈൻഡ് വേണം. നമുക്ക് നമ്മളെ പറ്റി തന്നെ നല്ല ഗുഡ് സെൽഫ് എസ്റ്റീം വേണം. നമ്മൾ നല്ലതാണെന്ന് ആരൊക്കെ പറഞ്ഞാലും, ആരൊക്കെ നമ്മളെ പറ്റി പൊട്ട പറഞ്ഞാലും ഞാൻ ആരാണെന്നുള്ള വിചാരം എനിക്ക് അറിയണമെങ്കിൽ ഇങ്ങനത്തെ കുറേ പ്രാക്ടീസസ് ഒക്കെ നമ്മൾ നമ്മളോടും പിള്ളേരോടും ഒക്കെ ചെയ്യണം. നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് അവരെ പറ്റിയുള്ള നല്ല സെൽഫ് എസ്റ്റീം അവർക്ക്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? ഹൗ ടു അൺലോക്ക് യുവർ ചൈൽഡ്സ് ലവ് ആൻഡ് കമ്പാഷൻ ടുവേർഡ്സ് സെൽഫ് ആൻഡ് അതേഴ്സ്. എങ്ങനെയാണ് അൺലോക്ക് ചെയ്യണേ? ബൈ ഷോയിങ് ലോട്ട് ഓഫ് കമ്പാഷൻ, ലോട്ട് ഓഫ് ലവ്, ലോട്ട് ഓഫ് ടോളറൻസ്. അതൊക്കെ കാണിക്കുമ്പോഴാണ് മെയിൻ ആയിട്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ലാക്ക് ഓഫ് ലവ്, ലാക്ക് ഓഫ് കമ്പാഷൻ കൊണ്ടാണ് പിള്ളേർക്ക് അവരെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതും അവരുടെ പൊട്ടൻഷ്യൽസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതും. അവരെ പറ്റി തന്നെ ലോ ആയിട്ട് വിചാരിക്കുന്ന ഒരാൾ എങ്ങനെ അവരുടെ പൊട്ടൻഷ്യൽസ് യൂസ് ചെയ്യും? അപ്പൊ ഇങ്ങനത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ പൊട്ടൻഷ്യൽ ലവ് ആൻഡ് കമ്പാഷൻ ടുവേർഡ്സ് സെൽഫ് ആൻഡ് അതേഴ്സ് അവരുടെ ഒരുപാട് ഡെവലപ്പ് ആവും. അതിന് വേണ്ട പ്രാക്ടീസസ് നമ്മൾ പറഞ്ഞത് ക്രിറ്റിസിഷൻ ടു അപ്രിസിയേഷൻ. ഫെയിലിയേഴ്സും ഫിയേഴ്സും ഒക്കെ ഉള്ളപ്പോൾ റിയൽ ആയിട്ട് അതിനെ അനലൈസ് ചെയ്യാം, അതിന്റെ സൊല്യൂഷൻസ് കാണാം. മിസ്റ്റേക്സ് എന്തെങ്കിലും കാണിക്കുമ്പോൾ ചെറിയ മിസ്റ്റേക്സ് ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക, പെട്ടെന്ന് സോറി പറയാനുള്ള ഒരു കേപ്പബിലിറ്റി പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവര് പാനിക് ആവാതിരിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുക ചെറിയ ചെറിയ മിസ്റ്റേക്സിൽ. ഞാനിപ്പോൾ പറഞ്ഞ പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് പോകുമ്പോൾ ഒരു ദിവസം ബ്രേക്ക് അല്ല, സാരില്ല, കുഴപ്പമില്ല, ഇത്ര ദിവസം നിങ്ങൾ ചെയ്തതല്ലേ. അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ മറന്നുപോയി, സാരില്ല, അത് സ്കൂളിൽ തന്നെ ഉണ്ടാവും, നാളെ പോയി നോക്കിയാൽ മതി, കിട്ടും. അങ്ങനെയൊക്കെ പറയാനും അവരെ തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ. കാരണം മിക്ക ആൾക്കാർക്ക് ഇമ്പോസ്റ്റർ സിൻഡ്രോം ആണ്. അവർക്കൊരു പെർഫെക്ഷനിസത്തിന് വേണ്ടിയിട്ടാണ് അവർ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രാക്ടീസസ് ഒക്കെ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരു നല്ല പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ജനറേഷനെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിന് പാരൻസിന്റെ റോൾ ഇസ് ഹ്യൂജ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ ലൈഫ് ഇച്ചിരി കൂടി പ്രോസ്പെറസ് ആവും. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ്സ് വിൽ ബി ദ വേൾഡ്. കാരണം നമുക്ക് ചൈൽഡ് ഓഫ് ഗോഡ് ആൻഡ് ഗോഡ് ഓൺസ് ദിസ് യൂണിവേഴ്സ്. അപ്പൊ ഗോഡ് യൂണിവേഴ്സ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി ആയിട്ട് എനിക്ക് വരണ്ടേ? പക്ഷെ എനിക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തത്? കാരണം എന്ന് വെച്ചാൽ ഞാൻ എലിജിബിൾ ആയിട്ടില്ല. അതിന് എലിജിബിൾ ആവാത്തത് എൻ്റെ ഈ മൈൻഡ് സെറ്റ് ഇഷ്യൂസ് ഒക്കെ കാരണമാണ്. ഈ പറഞ്ഞാൽ ഞാനൊരു എൻ്റെ അപ്പന് ഐഫോൺ മേടിച്ചു തരാൻ കഴിവുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ എൻ്റെ അപ്പനോട് പോയിട്ട് എനിക്ക് ഐഫോൺ വേണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ അപ്പൻ എനിക്ക് മേടിച്ചു തരൂല. എന്തുകൊണ്ടാണ്? എൻ്റെ അപ്പൻ എന്നെ ട്രസ്റ്റ് ചെയ്യണില്ല. കാരണം അത് സേഫ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്ക് ഡെവലപ്പ് ആയെന്ന് എൻ്റെ അപ്പന് തോന്നണില്ല. ഞാനത് മിസ്യൂസ് ചെയ്യും തോന്നും ചിലപ്പോൾ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനത് അതിനുള്ള പാകം ഞാനായിട്ടില്ല എന്ന് തോന്നുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് മേടിച്ചു തരാൻ. കാരണം എൻ്റെ അപ്പൻ്റെ അത്രയും കാശുണ്ട്. അതുപോലെ യൂണിവേഴ്സിലുള്ള എന്ത് സാധനവും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരാൻ കഴിവുള്ള ആളാണ് ഗോഡ്. നിങ്ങൾക്ക് കിട്ടാത്തത് നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടുവേർഡ്സ് എവറി ലെവൽ ഓഫ് പ്രോസ്പെരിറ്റി നമ്മൾ എത്തും. അപ്പൊ ഡിഡ് യു ഫൈൻഡ് ദിസ് സെഷൻ യൂസ്ഫുൾ? ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. യെസ്. താങ്ക് യു സോ മച്ച്. വെരി യൂസ്ഫുൾ. ഓക്കെ, ഇനി ഈ സെഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ പിക്ചർ അബീബി ബാക്കി ഹേ. റീച്ച് ഔട്ട് ടു സോഹം സ്കൂൾ ഓഫ് വെർച്യൂസ്. നമ്മൾ ഇങ്ങനത്തെ കുറേ പ്രോഗ്രാംസ് വരുന്നുണ്ട് സോഹത്തിൽ. ദ സ്കൂൾ ഓഫ് വെർച്യൂസ്, വിങ്സ് ഓഫ് വിസ്ഡം, വിങ്സ് ഓഫ് കമ്പാഷൻ, വിങ്സ് ഓഫ് ഫോർച്യൂൺ, ക്ലബ് ഫോർച്യൂൺ. അങ്ങനെ പല പല ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പല പല പ്രോഗ്രാംസ് വരുന്നുണ്ട്. അത് ഒന്നിനൊന്ന് മെച്ചമാണ്. നമ്മുടെ ക്ലാരിറ്റി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, നമ്മുടെ കൺസിസ്റ്റൻസി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, നമ്മുടെ ഫോക്കസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അങ്ങനെ പല പല ടോപ്പിക് റിച്ച് ആണ് ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വെയിറ്റിംഗ് യു. അപ്പോൾ റീച്ച് ഔട്ട് ടു സുഹം. അതിന് റേറ്റ് എന്ന് പറയുന്നത് സാറിന്റെ ജനറോസിറ്റിയാണ്. ഭയങ്കര. നമ്മളൊരു ഫിലിമിന് പോവാനുള്ള കാശ് പോലും ഇല്ല മിക്ക കോഴ്സസിനും. നമ്മൾ ഫാമിലി ആയിട്ട് പോയിട്ട് ഒരു ഫിലിം ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് വരുന്ന ഒരു ആ കാശിന് നമുക്ക് ഈ എല്ലാ പ്രോഗ്രാംസിലും മെമ്പർ ആവാൻ വേണമെങ്കിൽ അത്രയും കുറവ് റേറ്റിലാണ്. കാരണം ആൾക്കാരുടെ ബെനിഫിറ്റും ആൾക്കാരുടെ വെൽബീയിങ് മാത്രം വിചാരിച്ചിട്ടുള്ള ക്ലാസ്സസ് ആണ്. പിന്നെ ബിജു സാറാണ് ഇതിന്റെ ഫെസിലിറ്റേറ്റർ. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നത്, ഞാൻ ബിജു സാറിൻ്റെ അടുത്ത് 2 വർഷമായി പ്രാണിക് ഹീലിംഗും അതിന്റെ ഡീപ്പ് സ്റ്റഡീസും ഒക്കെ പഠിക്കും. അതിന്റെ എഫക്റ്റ് ലൈഫിലുണ്ട്. എൻ്റെ കരിയറിലും എൻ്റെ മോൻ്റെ വെൽബീയിങ്ങിലും റിലേഷൻഷിപ്പിലും എല്ലാ ആസ്പെക്ട്സിലും
നമ്മൾ ആ ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഇസ് ട്രാൻസ്ഫോമിങ്. അപ്പോൾ ടേക്ക് മൈ വേർഡ്, ഒരിക്കലും അതൊരു മിസ്സാവില്ല. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഈ ഓപ്പർച്യൂണിറ്റി മിസ്സാവും. അപ്പോൾ പെട്ടെന്ന് ഈ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാം, എല്ലാവരും അതിൻ്റെ പാർട്ടാവാം. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം എന്നോട്. Any questions? Unmute. Hello, ma'am. Yeah, പറഞ്ഞോ. Yeah, actually, ma'am, ഞങ്ങളുടെ മോള് 10-year-old ആണ്. Okay, and my husband is a pranic healer too. Biju sirന്റെ ഇതില്. But the thing is that, ma'am, ഞങ്ങളുടെ how much ever we are trying to, tell her to study, she's not willing to do. So what is the solution to, convince her in such a way that she should do? Brilliant ella ഉണ്ട്, but when it comes to study, she's not interested to do it. എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റഡ് അല്ലാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. She's in 5th grade, so ഒരുപാട് പഠിക്കാനുണ്ട്. So she's telling she's very bored of it. ഒരുപാട് പഠിക്കാനുണ്ട്, ടഫ് ആണ്. പിന്നെ സ്കൂളിലാണെങ്കിൽ they are not doing much, they're just simply finishing off the portion, and ultimately എനിക്കാണ് അത് സ്ട്രെസ്ഫുൾ ആവുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് എല്ലാവരും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആവണം എന്നില്ല, ട്യൂഷൻ ടീച്ചേഴ്സ് ബെസ്റ്റ് ആവണം എന്നില്ല. ഈ പറഞ്ഞ പോലെ അവർക്ക് പറ്റുന്ന ഹെൽപ്പ് നമുക്ക് ചെയ്തു കൊടുക്കുക, അവരുടെ ലൈഫ് ഈസി ആക്കാനായിട്ട്. ഞാൻ എൻ്റെ മോൻ്റെ 3-4 ട്യൂഷൻ ടീച്ചേഴ്സിനെ മാറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഓർക്കും നമ്മുടെ പിള്ളേരെ കൊള്ളൂല എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യില്ല, നമ്മൾ ടീച്ചറിനെ ട്രസ്റ്റ് ചെയ്യുള്ളൂ. എൻ്റെ മോന് ഫ്രഞ്ച് ഭയങ്കര പാടായിരുന്നു പഠിക്കാനായിട്ട്. ഞാൻ 2-3 ടീച്ചേഴ്സിനെ ആക്കി. ഒരു ടീച്ചറിനെ ആക്കി കഴിഞ്ഞപ്പോൾ ആ ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എല്ലാവരും മുമ്പിൽ വെച്ച് റാൻഡമായിട്ട് പെട്ടെന്ന് വായിക്കാൻ പറയും അവൻ്റെ അടുത്ത്. അവനൊരു വക വായിക്കാൻ അറിയില്ല. അപ്പോൾ ഈ പറഞ്ഞാൽ ഭയങ്കര എംബാരസ്മെന്റ് ആണ് വായിക്കാൻ അറിയാൻ പാടില്ലാത്തൊരു കുട്ടീനെ എല്ലാവരും മുമ്പിൽ വായിപ്പിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ കയറില്ല. ക്ലാസ്സിൽ കയറുന്ന സമയമാകുമ്പോൾ എനിക്ക് തലവേദനയാണ്, എനിക്ക് വയറുവേദനയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ അവൻ എപ്പോഴും സിക്കാണെന്ന് പറയണ കയറാനുള്ള ക്ലാസ്സിൽ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ അവനോട് വായിക്കാനൊന്നും പറയില്ല, കയറാൻ പറ. ഈ പറഞ്ഞ പോലെ അവൻ്റെ അടവാണ്, വയറുവേദനയെന്നൊക്കെയുള്ള അവൻ്റെ അടവാണ്. പക്ഷെ സത്യത്തിൽ എന്തുകൊണ്ടാണ് പിള്ളേർ അടവെടുക്കുന്നത്? ടീച്ചേഴ്സ് ആർ നോട്ട് ഇൻട്രസ്റ്റിംഗ് ഇനഫ്. ടീച്ചേഴ്സ് ആർ ബ്ലെയിമിങ് ദം. അപ്പൊ അവർക്കും ഒരു സെൽഫ് എസ്റ്റീം ഉണ്ട്. അപ്പൊ ആ സെൽഫ് എസ്റ്റീമിന് മുറിവ്, ആ സെൽഫ് എസ്റ്റീമിനെ ഹാമ്പർ ചെയ്യുന്ന രീതിയിലായിരിക്കാം ടീച്ചേഴ്സ് ചിലപ്പോൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ ഇച്ചിരി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കൊച്ചാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ബേസിക് ഇൻഫർമേഷൻ ആണ്. ജോയിൻ സ്കൂൾ ഓഫ് വെർച്യൂസ്, ഇതിനൊക്കെയുള്ള ആൻസർ ക്ലാരിറ്റിയോടെ കിട്ടും നമുക്ക്. അപ്പൊ ഇപ്പൊ ഞാനൊരു ലേമാൻ ആണ്, ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞതാണ്. അത് സ്നേഹയുടെ കൊച്ചിന് ആപ്ലിക്കബിൾ ആവണം എന്നില്ല. കസ്റ്റമൈസ് സൊല്യൂഷൻ ടു നോ യു ബെറ്റർ, ടു നോ യുവർ ചൈൽഡ് ബെറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതിന്റെ upcoming programs will be very helpful. We have already joined it actually, the program. School of പെട്ടെന്ന് സൊല്യൂഷൻ വേണമെന്ന് ആലോചിക്കേണ്ട. Be patient, it will just come to you. Okay, thank you so much, ma'am. Thank you. And really, it was really helpful and interesting the way you were telling everything. It was really positive for us also to get motivated. And thank you, keep motivating us also. Thank you so much. Action എടുക്കുമ്പോൾ you'll feel the difference. Thank you. Thank you so much, ma'am. Thank you. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ട് ആർക്കെങ്കിലും? Any questions about School of Virtues? എന്തെങ്കിലും പറ്റി ക്വസ്റ്റ്യൻ ഉണ്ടോ? ഓക്കെ, ഐ തിങ്ക് ആർക്കും ക്വസ്റ്റ്യൻ ഒന്നുമില്ല. താങ്ക് യു സോ മച്ച്. ഞാൻ രാമിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ബാക്കി താങ്ക് യു. Okay, thank you. You are muted, Ramendra sir. Hi, Hazel, thank you for your session. I'm inviting Uma to speak further on this. Thank you. Thank you, Ram sir. First of all, thank you to Master Chowapursi for this wonderful, ഇത്രയും നമുക്ക് പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് നമ്മുടെ ലൈഫിൽ തന്നതിന് മാസ്റ്ററോട് ഒരുപാട് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്
പറയുന്നു. പിന്നെ സ്കൂൾ ഓഫ് വെർച്യു, അതിലെ കമ്മ്യൂണിറ്റി, ആ ഫുൾ ഫാക്കൽറ്റീസ്, ഫെസിലിറ്റേറ്റേഴ്സ്, മെമ്പേഴ്സ് എല്ലാവരും, എസ്പെഷ്യലി ടു ബിജു സർ ആൻഡ് ഹിസ് ഫാമിലി, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നതിനും, ഈ ഇത്രയും പവർഫുൾ ആയിട്ട് നമുക്ക്, അതായത് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, നുറുങ്ങുവിദ്യകളാണ്, പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ കണ്ണടച്ച് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. അപ്പം അങ്ങനത്തെ സ്റ്റെപ്സ് എല്ലാം പറഞ്ഞു തരുന്നതിനും, ഇന്നത്തെ ഈ ഒരു സെഷൻ ഇത്രയും ഗ്രാൻഡ് സക്സസ് ആയിട്ട് ഹേസൽ മാം വളരെ ഭംഗിയായി നമുക്ക് ഏറ്റവും ഡൗൺ ടു എർത്ത് ആയിട്ട് മനസ്സിലാവാനായിട്ട്, എന്താ പറയാ, ഒന്നും കൂടുതൽ നമുക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. ആ വേർഡ്സ് നമ്മളിങ്ങ് സ്വീകരിച്ചാൽ മതിയായിരുന്നു. എസ്പെഷ്യലി 2-3 വേർഡ്സ് ഞാൻ ഇവിടെ കോട്ട് ചെയ്തത്. എക്സ്പാൻഡിങ് ദ വേർഡ് പ്രോസ്പെരിറ്റി. പ്രോസ്പെരിറ്റി നമ്മുടെ മനസ്സിലെല്ലാം പ്രോസ്പെരിറ്റി എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ആണ് പെട്ടെന്ന് വരിക, പക്ഷെ അതിന് ഒരുപാട് ഡെപ്ത് ഉണ്ടെന്ന് മാമിന്റെ വേർഡ്സ് നിന്ന് മനസ്സിലായി. അതുപോലെ എങ്ങനെ നമ്മൾ എലിജിബിൾ ആവണം കൂടുതൽ പ്രോസ്പെറസ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കുട്ടികളും മാത്രമല്ല, നമ്മളും എലിജിബിൾ ആവേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കൂടുതൽ മാം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടിപ്സ് പറഞ്ഞു തന്നു. യെസ്, യെറ്റ് ടു കം ഒരുപാടുണ്ട് ഇനിയും ടിപ്സ്. അത് പുറകെയാണ് സ്കൂൾ ഓഫ് വെർച്വൽ നമ്മൾ വരുന്നത്. സോ താങ്ക് യു മാം ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ. ആൻഡ് എത്ര പറഞ്ഞാലും തീരില്ല, നിങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് നന്ദി ഈ സെഷനിൽ ജോയിൻ ചെയ്തതിന്, നമ്മുടെ ഈ പ്രോഗ്രാം ഒരു ഗ്രാൻഡ് സക്സസ് ആക്കിയതിനും. ഇനിയും ഇനിയുള്ള സെഷൻസിൽ നമ്മൾ ഇങ്ങനെ അപ്ഡേഷൻ വരും ഗ്രൂപ്പിൽ, അതിലെല്ലാം ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ലൈഫ് കൂടുതൽ പ്രോസ്പെറസ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഈച്ച് വൺ ഓഫ് യു. താങ്ക് യു സോ മച്ച്. രാം സർ. താങ്ക് യു സോ മച്ച്. എല്ലാവരും അവരുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷൻ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്.